പാകിസ്ഥാനിൽ സർക്കാർ രൂപീകരണ ചർച്ചകളുമായി മുന്നോട്ടു പോവുകയാണ് നവാസ് ഷെരീഫിന്റെ നേതൃത്വത്തിൽ പാകിസ്ഥാൻ മുസ്ലിം ലീഗ്. അമേരിക്കയുമായുള്ള ബന്ധത്തെക്കുറിച്ച് വ്യക്തമായ സൂചന നൽകുന്ന പ്രസ്താവനയാണ് നവാസ് ഇന്നലെ നടത്തിയത്. അമേരിക്ക ഉൾപ്പെടെ രാജ്യങ്ങളുമായി നല്ല ബന്ധം ആഗ്രഹിക്കുന്നു. എന്നാൽ പാകിസ്ഥാന്റെ പ്രശ്നങ്ങൾ അന്തസ്സോടെ പരിഹരിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് നവാസ് പറഞ്ഞു. अमेरिका समेत तमाम मुल्कों के साथ अच्छे ताल्लुकात चाहते हैं और अपने मसाइल का भी हल चाहते हैं। और मैं समझता हूँ जो पाकिस्तान के अंदर हमें मसाइल जिनका हमें सामना करना पड़ रहा है, हम उनको खुश उसलूबी के साथ, बातचीत के ज़रिए के साथ और जो है वो बुर्दबारी के साथ हम उनको हल करें. പരസ്പര ബഹുമാനമുള്ള ബന്ധമാണ് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞ നവാസ് PPP സർക്കാരിന്റെ അമേരിക്കൻ വിധേയ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും തന്റെ നിലപാടെന്ന് വ്യക്തമാക്കി. ഷൌക്കത്ത് ഖാനം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന തെഹ്രീക്കെ ഇൻസാഫ് പാർട്ടി നേതാവ് ഇമ്രാൻഖാനെ നവാസ് ഷെരീഫ് സന്ദർശിച്ചു. मैं समझता हूं कि पाकिस्तान मुश्किल में है और पाकिस्तान को मुश्किल में हम सबको इकट्ठे मिलकर निकालना चाहिए. അതേസമയം അഴിമതി അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന പാർലമെന്ററി അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായി ഇമ്രാൻഖാനെ നവാസ് ഷെരീഫ് നിർദ്ദേശിച്ചതായി ഡോൺ പത്രം റിപ്പോർട്ട് ചെയ്തു. ഖൈബർ പഖ്തൂൺഖയിൽ സർക്കാർ രൂപീകരിക്കാൻ ധാരണയിലെത്തിയതായി തെഹ്രീക്കെ ഇൻസാഫും ജമാഅത്തെ ഇസ്ലാമിയും ഖ്വാമിവദൻ പാർട്ടിയും അറിയിച്ചു. മുഖ്യമന്ത്രി സ്പീക്കർ സ്ഥാനങ്ങൾ തെഹ്രീക്കിനായിരിക്കും. മറ്റ് രണ്ട് പാർട്ടികൾക്കും 3 മന്ത്രിസ്ഥാനം വീതം ലഭിക്കും. ബലൂചിസ്ഥാനിൽ സർക്കാർ രൂപീകരണത്തിനായി മുസ്ലിം ലീഗ് സ്വതന്ത്രന്മാരുമായി ചർച്ച തുടങ്ങി. അതിനിടെ തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾക്കെതിരെ പ്രതിഷേധം നടക്കുന്ന കറാച്ചിയിൽ അക്രമത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മീഡിയ 1.